നമസ്കാരം. KSEB ബില്ലെന്ന് പറഞ്ഞാൽ ശരാശരി ഒരു മലയാളിക്ക് എന്നും പേടി സ്വപ്നമാണ്. പക്ഷേ ഇപ്പോൾ ആ പേടി ശരാശരിയിലും മുകളിലുള്ള മലയാളികളെയും ബാധിച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവം അതാണ് സൂചിപ്പിക്കുന്നത്. പുരപ്പുറ സോളാർ വെച്ച് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പോലും രക്ഷയില്ലെന്നായി കാര്യങ്ങൾ. വേനൽക്കാലത്ത് കേരളത്തിൽ ശരാശരി 5000 മെഗാവാട്ടിന് മുകളിലാണ് പ്രതിദിന ഉപഭോഗം. ഉൽപ്പാദിപ്പിക്കുന്നതാവട്ടെ 1000 മെഗാവാട്ടിന് താഴെയും. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു നമുക്ക് പരിശോധിക്കാം. KSEB എപ്പോഴും ആവർത്തിച്ച് ജനങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്: വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളത്. സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്തോറും വൈദ്യുതിയുടെ ഉപഭോഗം കൂടും, അത് സ്വാഭാവികമാണ്. അതിന് ഉപഭോഗം കുറയ്ക്കാൻ ആവശ്യപ്പെടുകയല്ല വേണ്ടത്, പകരം ഉൽപ്പാദനം കൂട്ടാനാണ് നോക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള ഏതാനും സംഭവങ്ങൾ ഇവിടെ വിവരിക്കാം. ആദ്യം റൂഫ് ടോപ്പ് സോളാർ അഥവാ പുരപ്പുറ സോളാറിനെ കുറിച്ച് തന്നെ പറയാം. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു ഉത്തമ മാർഗമാണ് ഇത് വീടുകളുടെയും മറ്റ് സ്വകാര്യ കെട്ടിടങ്ങളുടെയൊക്കെ മുകളിൽ ഉടമസ്ഥർ അവരവരുടെ ചെലവിൽ വയ്ക്കാറുണ്ട്. എന്നാൽ KSEBയുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സബ്സിഡി ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം പോട്ടെ, ഒരു ഉൽപ്പാദകന് യൂണിറ്റിന് 3 രൂപയിൽ താഴെയാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ സോളാർ പാനലുകൾ വയ്ക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ഓൺ ഗ്രിഡ് ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. അതായത് വൈദ്യുതി നേരിട്ട് KSEBക്ക് കൊടുക്കുക. ഓഫ് ഗ്രിഡ് എന്നാൽ ബാറ്ററിയിൽ സൂക്ഷിച്ച് അവരവർക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതിന് ചെലവ് കൂടുതലാണ്, കാരണം ബാറ്ററിയുടെ ചെലവ് കൂടി ഉപഭോക്താവ് വഹിക്കേണ്ടതായി വരും. അതുകൊണ്ടാണ് മിക്കവരും ഓൺ ഗ്രിഡ് ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇത് വെക്കണമെങ്കിൽ പോലും KSEBയുടെ സഹായവും സഹകരണവും കൂടിയേ തീരൂ. കാരണം ഓരോ ലൊക്കാലിറ്റിയിലും അവിടുത്തെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ 75% കഴിഞ്ഞാൽ KSEB ഈ പദ്ധതിക്ക് അനുവാദം നൽകില്ല. അതുപോലെ തന്നെ നിലവിൽ സോളാർ സിസ്റ്റം വെച്ചവർക്കൊരു ഭീഷണിയാണ് ഇനി മാറ്റം വരുത്താൻ പോകുന്ന ഗ്രോസ് മീറ്ററിംഗ് സിസ്റ്റം. നിലവിൽ പ്രാബല്യത്തിലുള്ളത് നെറ്റ് മീറ്ററിംഗ് സിസ്റ്റമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം പറയാം. നെറ്റ് മീറ്ററിംഗ് എന്നാൽ ഒരു ഉൽപ്പാദകൻ എത്ര യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നോ അത് കിഴിച്ചുള്ള ഉപഭോഗത്തിനാണ് പണം ഈടാക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു മാസം 500 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കരുതുക. അവിടെ നമ്മുടെ ഉപഭോഗം 500 യൂണിറ്റിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈദ്യുതിക്ക് ചാർജ് നൽകേണ്ടതില്ല. പകരം ഫിക്സഡ് ചാർജും മീറ്റർ വാടകയും സെസ്സും ഒക്കെ കൊടുത്താൽ മതിയാവും. ഇത് ഏകദേശം 150-200 രൂപയിൽ നിൽക്കും. അതല്ല 1000 യൂണിറ്റ് വൈദ്യുതിയാണ് പ്രതിമാസം ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യത്തെ 500 കിഴിച്ചുള്ള ബാക്കിയുള്ള 500-നുള്ള റേറ്റ് കൊടുത്താൽ മതിയാവും. പക്ഷേ ഇവിടെയും യൂണിറ്റിന് 10-12 രൂപ വെച്ച് ഈടാക്കും. ഇനി ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ കൊള്ളയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് നാമമാത്രമായ ഒരു തുക നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യ യൂണിറ്റ് വൈദ്യുതി മുതൽ തന്നെ നമ്മുടെ പണവും ഈടാക്കും. മേൽപ്പറഞ്ഞ ഉദാഹരണം നോക്കുകയാണെങ്കിൽ 500 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. അവിടെ നമ്മുടെ ഉപഭോഗം 300 യൂണിറ്റ് ആണെന്ന് വെക്കുക. ആ 300 യൂണിറ്റിന്റെയും പണം നമ്മൾ കൊടുക്കണം. അതല്ല മറിച്ച് 1000 യൂണിറ്റ് ആണെങ്കിൽ 1000 യൂണിറ്റിന്റെയും പണം നമ്മൾ കൊടുക്കേണ്ടി വരും. നേരത്തെ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം വെച്ചാണെങ്കിൽ 500 യൂണിറ്റിന്റെ പണം കൊടുത്താൽ മതിയായിരുന്നു. ഇത്തരത്തിലുള്ള ഗ്രോസ് മീറ്ററിംഗ് സിസ്റ്റത്തിലോട്ട് മാറാൻ KSEBക്ക് നല്ല താല്പര്യമുണ്ട്. റെഗുലേറ്ററി കമ്മീഷന്റെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് തൽക്കാലത്തേക്ക് ഇത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട സംരംഭകരോടുള്ള KSEBയുടെ സമീപനം ഇതാണ്: സാധാരണ ജനങ്ങളിൽ നിന്ന് യൂണിറ്റിന് 3 രൂപ നിരക്കിൽ താഴെ വൈദ്യുതി വാങ്ങാൻ KSEBക്ക് താല്പര്യമില്ല. പകരം ഹൈ പ്രൈസ് വൈദ്യുതി എക്സ്ചേഞ്ചിൽ നിന്ന് പ്രതിദിനം 500 മെഗാവാട്ട് 10 രൂപയ്ക്ക് വാങ്ങാൻ വലിയ താല്പര്യമാണ്. അങ്ങനെയെങ്കിൽ ഇതിനു പിന്നിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ നേട്ടം കിട്ടുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്ത് 77 ലക്ഷം കെട്ടിടങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. ഇവയിൽ 4-1 റൂഫ് ടോപ്പ് സോളാർ വയ്ക്കാൻ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിർബന്ധമാക്കി കഴിഞ്ഞാൽ പ്രതിദിനം 1500 മെഗാവാട്ട് യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ജലവൈദ്യുത പദ്ധതികളുടെ കാര്യമെടുക്കാം. സംസ്ഥാനത്ത് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന 128 ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടെന്നാണ് കണക്ക്. ഇതിൻ്റെയൊക്കെ രൂപകൽപ്പനയിലുള്ള അപാകതയും സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നതിൽ കാണിക്കുന്ന അലംഭാവവുമൊക്കെയാണ് ഈ പദ്ധതികൾ നീണ്ടുപോകാനുള്ള കാരണം. ഈ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ അതിൽ നിന്ന് മാത്രം 778 മെഗാവാട്ട് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ജലവൈദ്യുതി പദ്ധതി പ്രകാരം ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട ചെലവെന്ന് പറയുന്നത് 1 രൂപയിൽ താഴെയാണ്. താപനിലയം പോലെയോ ആണവ നിലയം പോലെയോ പരിസ്ഥിതിക്ക് ദോഷകരവുമല്ല.
ആണവ നിലയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൂടംകുളത്തുള്ള ആണവ നിലയത്തെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഈ പദ്ധതി കേരളത്തിൽ വരേണ്ടതായിരുന്നു. എന്നാൽ ഇവിടെയുണ്ടായ സമരങ്ങൾ കാരണമാണ് അത് തമിഴ്നാട്ടിലേക്ക് പോയത്. സമരം ചെയ്തവരുടെ പ്രധാന ആശങ്ക ഉക്രൈനിലെ ചെർണോബിൽ നടന്ന പോലെ ഒരു ആണവ ദുരന്തം നടന്നാലോ എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലുള്ള കൂടംകുളത്താണ്. അതായത് കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ കിഴക്കോട്ട് മാറി. ഈ പദ്ധതി പ്രദേശവും നമ്മുടെ തിരുവനന്തപുരവും തമ്മിലുള്ള ദൂരമെന്ന് പറയുന്നത് ഏകദേശം 100 കിലോമീറ്റർ ആണ്. ഏകദേശം 100 കിലോമീറ്റർ എന്നുള്ളത് റോഡ് മാർഗമുള്ള ദൂരമാണ്. ഏരിയൽ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ അത്ര പോലും കാണില്ല. അതായത് അഥവാ ഒരു ആണവ ദുരന്തം ഉണ്ടായാൽ അത് തിരുവനന്തപുരം നഗരത്തെയും ബാധിക്കുമെന്ന് സാരം. ഏതായാലും തമിഴ്നാടിന് കറണ്ടുമായി അപകടം നമ്മൾ പങ്കുവയ്ക്കുകയും വേണം. ഇനി അടുത്തൊരു പദ്ധതിയാണ് ഫ്ലോട്ടിംഗ് സോളാർ. ഇത് അണക്കെട്ടുകളിലെയും മറ്റും ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സോളാർ പാനലുകളാണ്. കേരളത്തിലെ 10 അണക്കെട്ടുകളിലായിരുന്നു ഇത് സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നത്. ഈ പദ്ധതി നടന്നിരുന്നെങ്കിൽ പ്രതിദിനം 400 മെഗാവാട്ട് വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇതിനെയും KSEB തന്നെയാണ് തുരങ്കം വെച്ചത്. സ്വകാര്യ കമ്പനിക്ക് കരാർ കൊടുത്ത് പണിയിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. 800 കോടിയായിരുന്നു പദ്ധതി ചെലവ്. 25 വർഷം ഈ പദ്ധതി കമ്പനി തന്നെ കൈവശം വയ്ക്കും. അതിനുശേഷം KSEBക്ക് കൈമാറും. ഇതായിരുന്നു നിബന്ധന. യൂണിറ്റിന് 4 രൂപ 10 പൈസയ്ക്ക് KSEBക്ക് വൈദ്യുതി ലഭിക്കുമായിരുന്നു. എന്നാൽ KSEBയിലെ യൂണിയൻകാർ സ്വകാര്യവൽക്കരണത്തിനെ എതിർക്കുന്നു എന്ന പേരിൽ ഈ പദ്ധതിയും അട്ടിമറിച്ചു. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. നമ്മളിൽ എത്താത്ത അറിയാക്കഥകൾ ഇന്നും അജ്ഞാതമായി തുടരുന്നു. കേന്ദ്ര വൈദ്യുതി നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറിയിരുന്നു. അത് നടപ്പിലായാൽ വൈദ്യുത മേഖലയും സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കേണ്ടി വരുമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ വാദം. പിന്നെ പെട്രോളിയം മേഖലയിലെ പോലെ നിരക്ക് കമ്പനികൾ സ്വയം അങ്ങ് തീരുമാനിക്കും. റെഗുലേറ്ററി കമ്മീഷന് യാതൊരു റോളും ഇല്ലാതെയും ആകും. അങ്ങനെ ജനം കൊള്ളയടിക്കപ്പെടും. എന്നാൽ പിന്നെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. ആവശ്യമായതിൻ്റെ വെറും 20% വൈദ്യുതി മാത്രമാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കിയുള്ളവ അധികം തുക നൽകി പുറത്തുനിന്ന് വാങ്ങുകയാണ്. അതുതന്നെ പീക്ക് ലോഡ് സമയങ്ങളിൽ വാങ്ങുന്ന വൈദ്യുതിക്ക് ചാർജ് വളരെ കൂടുതലായിരിക്കും. അതും അതിൻ്റെ ലാഭവും കൂടി എടുത്താണ് നമുക്ക് ബില്ലായി അടിച്ചു തരുന്നത്. ഓരോ വർഷം കഴിയും തോറും ഇനി അങ്ങോട്ട് വൈദ്യുതിയുടെ ഉപഭോഗം കൂടുക മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് ചാർജും കൂടി വരും. ഉൽപ്പാദനം കൂട്ടാൻ KSEBക്കോ സംസ്ഥാന സർക്കാരിനോ ഒരു താല്പര്യവുമില്ല. KSRTCയുടെ അവസ്ഥയിലേക്കാണ് KSEB നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വകാര്യവൽക്കരണത്തിനെ എതിർക്കുന്നവർ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനം കൂട്ടാനും അറിഞ്ഞിരിക്കണം. സ്വകാര്യവൽക്കരണം എന്നുള്ളത് എല്ലായ്പ്പോഴും ഉപഭോക്താവിന് ഒരു നഷ്ടക്കച്ചവടമായി മാറില്ല എന്നുള്ള ഒരു കാര്യം BSNLന്റെ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു പോകാം. BSNL ലാൻഡ് ലൈൻ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഒരു STD വിളിക്കണമെന്നുണ്ടെങ്കിൽ വലിയ തുക കൊടുക്കണമായിരുന്നു. പലരും രാത്രി 10 മണിക്ക് ശേഷമൊക്കെയാണ് STD വിളിക്കുന്നത്. ആ സമയങ്ങളിൽ താരിഫ് കുറവായിരിക്കും. ആ നിലയിൽ നിന്നാണ് ഇന്ന് കാണുന്ന അൺലിമിറ്റഡ് കോളിലേക്ക് നമ്മൾ ചുവടുവെച്ചത്. ഇവിടെ സ്വകാര്യവൽക്കരണം തന്നെയായിരുന്നു നമ്മെ ഇങ്ങനെ ഒരു സൗകര്യത്തിൽ എത്തിച്ചത്. വൈദ്യുതി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ കഴിവുള്ളവരെ അതിനെ ഏൽപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. KSEBയെ ഇപ്പോൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന യൂണിയൻ മേധാവിത്വം എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടതുമാണ്. കേരളം ഒരു ദിവസം 1000 മെഗാവാട്ടിന് താഴെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ രാജസ്ഥാനിലെ ഉൽപ്പാദനം എന്ന് പറയുന്നത് 17,000 മെഗാവാട്ടിന് മുകളിലാണ്. അവിടെയൊക്കെ സൗരോർജ്ജ പദ്ധതികൾക്ക് സബ്സിഡിയും നൽകുന്നുണ്ട്. സൗരോർജ്ജ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ലോകത്തിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യ. നിക്ഷേപകനെ എന്നും മൂരാച്ചിയായി മാത്രം കാണുന്ന മലയാളിക്ക് ഇതൊന്നും ദഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.